ഇത് ചിക്കൻ ഫ്രൈ ചെയ്യുക. കുറച്ച് പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും തൈരും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു എണ്ണ ഒഴിച്ച് 75% നമ്മൾ അടച്ച് വെച്ച് ഫ്രൈ ചെയ്തതാണിത്. അപ്പോൾ ഒരു ജ്യൂസി ടൈപ്പിന് കിട്ടും. എന്നാലും നമ്മൾ തേങ്ങാപ്പാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ടെക്സ്ചർ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ ഫ്രൈ 75% ഫ്രൈ ആയി കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ഉദ്ദേശിക്കുന്ന ഒരു ടെക്സ്ചറിലോട്ട് വരത്തുള്ളൂ. അപ്പോൾ ഇത് കിടന്ന് മൂക്കട്ടെ. അടുത്ത സ്റ്റെപ്പ് ഇനി കഴിക്കാം. രണ്ട് ഒറ്റയ്ക്ക് ചെയ്യുന്നുണ്ടേ ക്യാമറ അത്ര വലുതായിട്ട് നല്ലതില്ല. ഇത് പഴയ ചട്ടിയിലൊന്നും ചിന്തിക്കേണ്ട. ഇത് 10-30 വർഷമായി ചട്ടിയാണ്. ഇത് കളയാൻ തോന്നുന്നില്ല. കാരണം വെച്ചാൽ നമ്മുടെ ചില കാര്യങ്ങൾ അങ്ങനെയാണ്. നമ്മൾ വർഷങ്ങളായാലും നമുക്കത് കളയാൻ തോന്നത്തില്ല. ഇതിൽ വെച്ചാൽ നമുക്ക് അത്രയും ടേസ്റ്റോടെ കിട്ടുന്നത് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ ചട്ടീനെ ഉപയോഗിക്കുന്നത്. നോൺ സ്റ്റിക്കും അതും ഇതൊക്കെ ഉണ്ട്, മോഡേൺ ആയിട്ടുള്ള പാത്രങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും എനിക്ക് ഇതിൽ വയ്ക്കുമ്പോഴാണ് കംഫർട്ടബിളായിട്ട് തോന്നുന്നത്. ഇനി ഇതിലേക്ക് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുക. ഇനി അടുത്ത സ്റ്റെപ്പിട്ട് അടുത്തത് ഫ്രൈ ആവണം. അടുത്തത് നല്ല രീതിയിൽ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുക. ഇനി അടുത്ത നമ്മൾ ഇടേണ്ടതെന്ന് പറഞ്ഞാൽ ഇഞ്ചി. ഇഞ്ചി നമ്മൾ കൊത്തി അരിഞ്ഞതാണ്, അല്ല ബ്ലേഡിൽ വെച്ച് ഉരച്ചെടുക്കുന്നതാണ്. അതുകൊണ്ട് ഇത് വെളുത്തുള്ളി മുഴുവനെ ചതക്കൊന്നും വേണ്ട, അതവിടെ കിടന്നോളൂ. അതെ, ഇതിനി 4 പച്ചമുളക്, 3 പച്ചമുളക്, പിന്നെ ബാക്കി തക്കാളി, ഇത് ഇത്രയായല്ലോ. ഇനി ഇതിൻ്റെ മണ്ടയിൽ കൂടെ സവാള ഞെടി ഇട്ട് കൊടുക്കണം. അപ്പോൾ പിരുന്ന് വരും. മൂക്കാനായിട്ട് നല്ല ഇതുണ്ട്, എളുപ്പമുണ്ട്. അതൊക്കെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ല മേളിൽ ഇരുന്ന് പാടും. ഇനിയിപ്പോൾ നമ്മളിതിനെ തിരിച്ചിട്ട് കൊടുക്കും. തിരിച്ചിട്ട് കൊടുക്കുമ്പോഴാണ് അടുത്ത സ്റ്റെപ്പ്. ഇത് തിരിച്ചിട്ടപ്പോൾ ഈ ഉള്ളിയും ബാക്കി സാധനങ്ങളെല്ലാം അടിയിലായി, അതിൻ്റെ കഷ്ണം മേളിലുമായി. ഇതിനി അവിടെ കിടന്ന് മൊരിയട്ടെ. അതിൻ്റെ ടെക്സ്ചർ കണ്ടാണ്. ഇതിന് കുറച്ച് എണ്ണ അത്ര നമുക്ക് ഹെൽത്തിന് ശരിയല്ല, അത്ര എണ്ണ. ഇപ്പം ബാക്കിയുള്ള കുറച്ച് എണ്ണ അങ്ങ് മാറ്റിയായിരുന്നു, അല്ലെങ്കിൽ മാറ്റി. ഇനി ഇതൊന്ന് ഇതായിക്കോട്ടെ. ഇനി അടുത്തത് നമ്മൾ ചെയ്യാനുള്ളത്, ഇതിൽ കുരുമുളക് ഇടണം. കുരുമുളക് പൊടി, കുരുമുളക് പൊടി ഇടുക. കുറച്ച് ഗരം മസാല ഇങ്ങനെ തൂവി കൊടുക്കുക. കുറച്ച് മതി. എന്നിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കണം. അതിന് ശേഷം നല്ല തേങ്ങാപ്പാലുണ്ടല്ലോ, അതിങ്ങനെ ഒഴിച്ച് കൊടുക്കണം. ഈ തേങ്ങാപ്പാൽ കിടന്നങ്ങ് പച്ചണം. ഇതപ്പോൾ ഇത് വേഗമൊക്കെ ചെയ്യും. തേങ്ങാപ്പാൽ ഒഴിച്ച് അങ്ങ് അല്ലേ. ഉപ്പൊക്കെ നോക്കിക്കണം. അതിൻ്റെ ടെക്സ്ചർ ഇതാണ്. ഇനി അടുത്ത് നമുക്കില്ല മല്ലിയല്ലേ, മല്ലിത്തണ്ട് ഇങ്ങനെ ഇടണം. ഇങ്ങനെ തന്നെ ഇടണം, പൊടിയായിട്ട് അരിയണ്ട. അണ്ടേ ഇതിങ്ങനെ ഇട്ട് അടച്ച് 2 മിനിറ്റ് കൂടെ ആക്കിയിട്ട് സെർവ് ചെയ്യാം. ഇതാണ് ഓഫ് ചെയ്ത്. ഉണ്ട് എൻ്റെ ടെക്സ്ചർ നോക്കി. ഇതാണ് ചിക്കൻ തേങ്ങാപ്പാൽ കറി.
ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും ഇടണം. നിങ്ങൾക്ക് ഇഷ്ടമായാലും അല്ലെങ്കിലും നെഗറ്റീവായാലും ഇട്ടുള്ളൂ, കുഴപ്പമില്ല.